എട്ടിൻ്റെ പണി കിട്ടുക എന്ന് കേട്ടിട്ടില്ലേ? ബേഡ്സ് നെസ്റ്റ് ഫേൺ എന്നാണ് ഇതിൻ്റെ പേര്. വായിൽ കൊള്ളുന്നേയില്ല. ഇതെങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കരുത്, അക്കിടി പറ്റിപ്പോയെന്ന് പറയാം. ബേഡ്സ് നെസ്റ്റ് ഫേൺ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് പക്ഷികളുടെ കൂട് അതേപോലെയുള്ള ഒരു പന്നൽ ചെടി. ഫേണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നൽ ചെടിയാണ്. ശരിക്കും ഈ ചെടി ഇതേപോലെ ചട്ടിയിൽ വളർത്തേണ്ടതല്ല. നല്ല തണലുള്ള സ്ഥലങ്ങളിൽ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണിത്. ഇത് പക്ഷിക്കൂട് പോലത്തെ ഈ ചെടി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. കണ്ടില്ലേ, ഇത് വിടർന്ന് ഇതിൻ്റെ അകത്തൊരു പക്ഷിക്ക് ഇരുന്ന് മുട്ടയിടാൻ പാകത്തിലുള്ള ഒരു ചെടിയാണ്. ഇതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഇതൊരു 2 ദിവസം വെയിലത്തിരുന്ന് പോയി. അപ്പോൾ ഇതെല്ലാം കരിഞ്ഞു. ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് ആ പച്ചപ്പെല്ലാം പോയി ഈ അവസ്ഥയിലായി. നല്ല വിലയുള്ള ചെടിയുമാണ്. നമ്മളിത് വാങ്ങിക്കണമെങ്കിൽ ഒരു 500 രൂപയിൽ മുകളിലേക്ക് കൊടുക്കണം, ചെറിയ ചെടി വാങ്ങിക്കണമെങ്കിൽ. ഈ വലിപ്പമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെയും ഇതിൻ്റെ വില കൂടുകയാണ്. ഇത് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഇലയുടെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സ്പോറുകൾ ഉണ്ടാകുന്നത്. ഈ സ്പോറുകൾ പറന്ന് മറ്റ് മരങ്ങളിലൊക്കെ പോയി പറ്റി പിടിച്ചിരുന്നാണ് ഇത് പുതിയ തൈകളായിട്ട് മാറുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഒരു മരത്തിൽ നന്നായിട്ട് പറ്റിച്ച് കെട്ടിവെക്കുക എന്നുള്ളതാണ്. അവിടെ വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലമാകരുത്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതിന് ആവശ്യമുള്ള വളവും വെള്ളവുമൊക്കെ വലിച്ചെടുത്തുകൊള്ളൂ. ഒന്ന് നോക്കിയേ, കണ്ടോ, ഇതെല്ലാം ഇലയെല്ലാം കരിഞ്ഞു പോയി. നല്ല തളിർത്ത് വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കേണ്ട ഒരു ചെടിയാണ്. അത് വെയിൽ കൊണ്ടു കഴിഞ്ഞ് ഈ ഒരവസ്ഥയായി. അപ്പോൾ സൂക്ഷിക്കുക, ഈ ചെടി വെയിൽ കൊള്ളിക്കരുത്. നല്ല തണലുള്ള സ്ഥലത്ത് മാത്രം വളർത്തിയെടുക്കേണ്ട ഒരു ചെടിയാണിത്.